അപ്പോൾ ഗൈസ് ഇതൊരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ എന്താ ഇവിടെ ചക്കയായിട്ട് നല്ല യുദ്ധത്തിലാണ്. അപ്പം ചക്ക കൊണ്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നറിയാമോ? ഒരു ചക്ക വേവിച്ചതൊന്നുമല്ല, എനിക്ക് ചക്ക വേവിച്ചത് അരപ്പിട്ട് പുഴുങ്ങിയതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ ഇതുകൊണ്ട് ഒരു വളരെ റെയറായിട്ട് അധികം ആരും കഴിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നിപ്പം നല്ല മഴയും കൂടെയാണ്. അപ്പോൾ ഈ മഴയായപ്പം വൈകുന്നേരം ഒരു ചക്കയും കുറച്ച് മുളക് ചാലിച്ചതും നല്ല ചൂട് കട്ടൻ ചായയൊക്കെ കഴിക്കാൻ തോന്നി. ഞാൻ എന്താ ചക്ക വെട്ടി കണ്ടിച്ച് നാലാക്കി അതിൻ്റെ ചകിണി അരക്കെല്ലാം കളയുക കേട്ടോ. അപ്പോൾ അരക്കെല്ലാം കളഞ്ഞ് ഞാനത് വെട്ടിയെടുക്കുകയാണ്. ഇത് നല്ല നൂറുള്ള ചക്കയാണ്. കാരണം ഇത് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷേ ഇത് വറക്കാൻ കൊള്ളത്തില്ല. വറുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഒടിഞ്ഞ് തളാന്ന് കിടക്കും. അപ്പോൾ ഇത് വറക്കാൻ അങ്ങനെ കൊള്ളത്തില്ല. പക്ഷേ ഇത് നല്ല ചക്ക വേവിച്ചതൊക്കെ ഉണ്ടാക്കി നല്ല ഇറച്ചിക്കറിയോ മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനപ്പം ഓരോ ചകിണിയൊക്കെ കളഞ്ഞ് അത് നല്ല വൃത്തിയായിട്ട് ഉരിഞ്ഞെടുക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടോ, നല്ല വലിയ ചോളയാട്ടോ ഇതിന്. ഞാനത് കാണിച്ചു തരുന്നു. നല്ല ചോളയാണ്, നല്ല വൃത്തിയുള്ള ചോളയാണ്. ഒരഴുക്കോ അങ്ങനെ മണ്ണോ ഒന്നുമില്ല. ഞാൻ ഓരോന്ന് ചകിണി കളഞ്ഞിട്ട് പാത്രത്തിലാക്കി. ഇത് കണ്ടോ, നല്ല വൃത്തിയുള്ള ചക്കയാണ്. അതിന് ശേഷം ഇത് അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ, ചകിണിയും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്കിവിടെ പശു ഉണ്ടായിരുന്നേ കൊടുക്കാറുണ്ട്, പക്ഷേ പശുവില്ല. ഞാനിപ്പോൾ അത് മണ്ണിൽ തന്നെ വെറുതെ ഇടും. അത് മണ്ണിന് നല്ലൊരു വളമാണല്ലോ. അതിനുശേഷം ഞാൻ ചക്കയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. ഒരു അപ്പച്ചെമ്പിലേക്ക് ഇട്ടു. അപ്പം ചക്ക മറ്റുള്ളവർ കഴുകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനത് നന്നായി വാഷ് ചെയ്തെടുത്തു. ഒരെണ്ണം താഴെ പോയതാണ്, ഞാനത് കഴുകി അതിനകത്ത് തന്നെ ഇട്ടു. അതിന് ശേഷം എൻ്റെ അപ്പച്ചെമ്പ് അത് കുറച്ച് കരി പിടിച്ചതാണ്. കാരണം കുറച്ച് നാൾ ഗ്യാസ് ഒന്നും അങ്ങനെ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം വന്നതോടുകൂടി പാത്രം ഞാൻ അടുപ്പിലാണ് വെച്ചത്. അതുകൊണ്ടാട്ടോ ഒരു കരിയായിട്ടിരിക്കുന്ന. ഞാനത് വൃത്തിയാക്കി തേച്ച് കഴുകി കൊണ്ടുവരുന്നുണ്ട്. എന്നാലും പറ്റുന്ന രീതിയിൽ അത് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അത് ഗ്യാസിലാണ് വെച്ചത്. അങ്ങനെ നമ്മുടെ ചക്ക അപ്പച്ചെമ്പിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഉപ്പ് ആദ്യം ഇട്ടു. കാരണം ഉപ്പ് ഞാൻ തിളച്ച് കഴിഞ്ഞാണ് സാധാരണ ഉപ്പിടുന്നത്. പക്ഷേ ആദ്യം തന്നെ ഉപ്പിട്ടത് എന്നാന്ന് വെച്ചാൽ തിളച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അങ്ങ് ഇട്ടു. പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു, ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്ന് വെച്ചാൽ കുടിവെള്ളം വയ്ക്കണം. ജീരകം ഇട്ട് കുറച്ച് കുടിവെള്ളം വയ്ക്കാനായിട്ടാണ്. നല്ല ചൂടുവെള്ളം കുടിക്കണം ഇടയ്ക്കിടയ്ക്ക്. മഴയൊക്കെ അല്ലേ, എല്ലാവരും വെള്ളം തിളപ്പിച്ച് തന്നെ കുടിക്കണം. പിന്നെ ഇതാ ഒരു ചക്കയും കൂടെ ഇരിപ്പുണ്ട്. അത് ഇച്ചിരി പഴുത്താണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിപ്പം മറ്റന്നാളത്തേക്കോ നാളത്തേക്കോ ഒക്കെ എടുക്കാം. അതിനിടയ്ക്ക് ചക്ക നന്നായിട്ട് തിളച്ചു, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ഞാൻ വിയർത്ത് കുളിച്ചൊരു പരുവായി. അതിന് ശേഷം നമുക്ക് ചക്കയ്ക്ക് ഒരു ഡിഷ് വേണമല്ലോ. അപ്പം ചക്കയ്ക്ക് സൈഡായിട്ട് നമുക്ക് മുളക് ചാലിച്ചതാണ് വേണ്ടത്. അത് നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയും നല്ലതാണ്. ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടു. കുറച്ച് സവാളയും കുഞ്ഞുള്ളിയും കൂടി അരിഞ്ഞിട്ടു. അത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കണം. അപ്പം നല്ല എണ്ണ തെളിഞ്ഞിങ്ങനെ കിടക്കും. നല്ല ഒരു കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയിൽ അടിപൊളിയായിട്ട് കിടക്കും. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് ഞാനത് നന്നായിട്ട് കുറുക്കിയെടുത്ത്, ഒത്തിരി ചാറാക്കരുത്, കുറുക്കിയെടുക്കണം. ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ കണ്ടോ. ഈ കുഞ്ഞുള്ളിയൊക്കെ ഇങ്ങനെ ചക്കയുടെ കൂടെ ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അവസാനം നമ്മുടെ താരം വെന്തു. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചക്ക ഊറ്റിയെടുത്തു. കപ്പയെന്ന് എപ്പോഴും വായിലോട്ട് വരത്തുള്ളൂ. ചക്ക ഊറ്റിയെടുത്തു. ഇതാണ് സംഭവം. ഈ മഴയുള്ള സമയത്ത്, അതും വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പം നല്ല ചൂട് കട്ടൻ ചായ ആയിട്ട് കുടിക്കണം. അങ്ങനെ ഞാൻ ചായ എടുത്തു. ഇത് ഇഞ്ചി ഇട്ട ചായ കേട്ടോ. ഇഞ്ചിയും പിന്നെ കുറച്ച് മിൻറ്റ് ഇലയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇഞ്ചി ഇട്ടാണ് കട്ടൻ ചായ എടുത്തേക്കുന്നത്. ഓരോ ചക്കയും പെറുക്കിയിട്ടു.
ഇതാണ് അവസാനം ചക്ക വെന്ത് കഴിയുമ്പോൾ ഉള്ള നല്ല ഒരു ടേസ്റ്റൊക്കെയാണ്. അത് ഈ മുളക് ചാലിച്ചതും കൂടെ കൂട്ടി കഴിക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഇത് എന്ന് വെച്ചാൽ കുറച്ച് ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ വല്യമ്മമാരൊക്കെ നമുക്ക് തരുന്ന, എൻ്റെ വല്യമ്മ എനിക്കിത് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര അത്രയ്ക്ക് ഇഷ്ടമായത്. പിന്നെ എനിക്കിങ്ങനെ അരപ്പിട്ട് പുഴുങ്ങി ചക്ക വേവിച്ചത് അതിനോട് അത്ര വലിയ താല്പര്യമില്ല. എനിക്കിതാ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അതിന് ശേഷം ഞാൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ മഴവില്ല്, ഒരു നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു. മഴ കഴിഞ്ഞിട്ട് ഒരു മഴവില്ലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചക്കയും മുളക് ചാലിച്ചതും ചൂട് കട്ടൻ ചായയും കൂടെ കുടിക്കണം, ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച്. അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഇപ്പം സമയം ഒരു 4:45 ഇത് കണ്ടോ, ഞാനതൊരു ഫോട്ടോ എടുത്തതാണ്, മഴവില്ല് വന്നത് കണ്ടോ. ആ ഒരു ഭാഗം മാത്രം നല്ല വെയിൽ.